പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു മിശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ ഞങ്ങളെ ജോയിൻ ചെയ്യുന്ന പിന്നെ യൂട്യൂബിൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ. ഈ ഗ്രൂപ്പിനോട് ചേർന്ന് സഹകരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്ദിയോടെ ഈ സമയത്ത് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അവരെ ഓർക്കുന്നു. ഈ സുവിശേഷ വേലയുടെ ഭാഗമായി ഞങ്ങൾ ചെയ്യുന്ന ഈ പലതരമായ പ്രോഗ്രാമുകൾ, അത് സുവിശേഷ പ്രഘോഷണമായാലും പലതരത്തിലെ ഡിബേറ്റിൽ കൂടെയും ഞങ്ങൾ നിങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ട്. പലരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പലരും അതിൽ കൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ നൽകുന്നതോർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഇന്നത്തെ ഒരു വിഷയം സ്നാനത്തോട് അനുബന്ധമായ വിഷയമാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഞങ്ങൾ ഈയിടെയായി കാണാൻ ഇടയായി തീർന്നു. അതിൽ ഇങ്ങനെ പറയുന്നു, ബൈബിളിൽ ഉള്ള സ്നാനം ഇതാകുന്നു എന്ന് ഉള്ള ക്യാപ്ഷൻ ഇട്ടാണ് ആ സ്നാനത്തെ അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഏകദേശം ഒരു 325 AD അതിൽ ഒരു വലിയ വഴിത്തിരിവ് സഭയിൽ ഉണ്ടാകുകയും ത്രിയേക ദൈവം, തൃത്വത്തിൽ ഉള്ള സ്നാനം, ഇന്ന വിഷയങ്ങൾ ഒക്കെ പല സഭകളും അത് ഏറ്റെടുക്കുകയും അത് കൂടുതൽ ബലപ്പെടുകയും ഏകദേശം ഒരു 19-ാം നൂറ്റാണ്ട് വരെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുകയും ചെയ്യുന്ന പല വിശ്വാസികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഭൂരിപക്ഷം ആൾക്കാരും ഈ ഒരു വിശ്വാസം, ത്രിയേക ദൈവം എന്നുള്ള ആ ഒരു വിശ്വാസവും തൃത്വത്തിലുള്ള സ്നാനം, അതായത് 3 വ്യക്തികളുടെ സ്ഥാനനാമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് സ്നാനപ്പെടുത്തുന്ന രീതിയും ഭൂരിപക്ഷം ജനം ചെയ്തു വരുന്നതായിരുന്നു. അപ്പോൾ അതിനെ അവർ ന്യായീകരിക്കുന്നത്, അവർ ബൈബിളിനകത്ത് മത്തായിയുടെ സുവിശേഷം അതിന്റെ 28-ന്റെ ദൈവം 3 വ്യക്തികളാണ് കാണിക്കുകയും ആ ഒരു സ്ഥാനനാമത്തിൽ ആണ് സ്നാനം, ശരിയായ സ്നാനം എന്ന് കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് നോക്കാം, ബൈബിൾ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അപ്പോസ്തോലന്മാര് വെളിപ്പെടുത്തിയിരിക്കുന്നത്? അത് നമ്മൾ കാണുന്നത് പോലെ വെറും ഒരു സിമ്പിൾ ഡോക്യുമെന്റ് ആണോ, അതോ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തിന്റെ ശക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് പാസ്റ്റർ ജോസ്, പാസ്റ്റർ ജോയ്, പാസ്റ്റർ അബ്രഹാം കുട്ടി നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. ആദ്യം ഞാൻ പാസ്റ്റർ ജോസിനെ വെൽക്കം ചെയ്യുകയാണ്. ഈ ഒരു ചോദ്യത്തിന് വേണ്ടി ഉത്തരം തരുവാൻ വേണ്ടി, ബൈബിൾ അങ്ങനെ ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാനലിൽ ഇന്നത്തെ പ്രോഗ്രാമിനെ നിയന്ത്രിക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ബെഞ്ചമിനും, അതുപോലെ സൈമൺ ബെഞ്ചമിൻ, പാസ്റ്റർ എബ്രഹാം കുട്ടി, പാസ്റ്റർ ജോയ് ജോസഫ്, എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു പാനൽ ഡിസ്കഷനുമായിട്ട് വളരെ സുപ്രധാനമായ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നോടുള്ള ഒരു ചോദ്യം, ബൈബിളിനെ സംബന്ധിച്ച് ബൈബിൾ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബൈബിൾ ആധികാരികമായി സ്വീകരിക്കാൻ, അങ്ങനെയല്ലേ ചോദ്യം? ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണോ? എങ്ങനെയാണ് അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു രീതി, അതിനെ പറ്റിയാണ് ചോദ്യം. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ നാം പഠിക്കുമ്പോൾ ചോദ്യം വളരെ വ്യക്തമാണ്. പല ആളുകളും, ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് ഇങ്ങനെ കേട്ടു, ബൈബിള് ആർക്കും വായിച്ചാൽ മനസ്സിലാകും, അത് വ്യാഖ്യാനിച്ചു തരാൻ ഒരു പാസ്റ്ററുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകളെ ഞങ്ങൾക്ക് കഴിഞ്ഞ നമ്മളുടെ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കാണാനിടയായി. സത്യത്തിൽ ബൈബിൾ വായിച്ചാൽ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിന്റെ കണ്ടന്റ്, അതിന്റെ അന്തസത്ത, അതിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന കാര്യം
അത് പലപ്പോഴും മനസ്സിലാക്കണമെങ്കിൽ അത് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമുക്കുണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. കാഷ്വലായിട്ട് വായിച്ച് നമുക്ക് ചില നിരീക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. എന്നാൽ നമുക്ക് ഒരു ഇൻസിഡന്റ് നമ്മൾ പരിശോധിക്കുമ്പോൾ, കുന്തക്ക രാജ്ഞിയുടെ ഷണ്ടൻ ഒരു തേരിലിരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത്, അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ ആണ് എന്ന് തോന്നുന്നു, അങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ ഫിലിപ്പോസിനോട് പറഞ്ഞു അവന്റെ തേരിനോട് ചേർന്ന് നടക്കുകയെന്ന്. അങ്ങനെ നടക്കയിൽ ഈ വായിക്കുന്ന സ്വരം കേട്ടിട്ട് അദ്ദേഹം ഈ ഷണ്ടനോട് ചോദിച്ചു, വായിക്കുന്നത് വല്ലതും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഷണ്ടൻ പറഞ്ഞത്, മറ്റൊരുത്തൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസിനോട് കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും പോകുമ്പോൾ ഇയാളുടെ ചോദ്യമാണ്, ഇത് പ്രവാചകൻ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നോ അതോ മറ്റൊരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നോ എന്ന്. അപ്പോൾ ഫിലിപ്പോസ് തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട്, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഇയാളോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. തൽഫലമായി സ്നാനം അനിവാര്യമാണ് എന്ന് അതിനകത്ത് പ്രസ്താവിച്ചു. നമ്മൾ ലിറ്ററലായിട്ട് വാക്യത്തിൽ കാണുന്നില്ലെങ്കിലും അവർ പോകവേ പിന്നീട് ഷണ്ടന്റെ ദൃശ്യം വെള്ളം എവിടെയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പോകയിൽ ഷണ്ടൻ വെള്ളം കണ്ടിട്ട് ചോദിച്ചു, ഇതാ വെള്ളം, എന്നെ സ്നാനപ്പെടുത്തുവാൻ തടസ്സമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനപ്പെടുത്തി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ദൈവം ശുശ്രൂഷിക്കാൻ ദൈവം എല്ലാ കാലത്തും അതിനുവേണ്ടി വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന അഭിഷിക്തന്മാരായ ദൈവദാസന്മാരുണ്ട്. അത് 1-ാം നൂറ്റാണ്ടിലും ഉണ്ട്, പിന്നീട് ഇരുണ്ട യുഗങ്ങളിലും ഉണ്ട്, ഇന്നും ഉണ്ട്. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ ശരിയായ ഉപദേശമുള്ള ഉപദേഷ്ടാക്കൾ തീരെ കുറവാണ്. കാരണം വലിയൊരു കലക്കത്തിന്റെ നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പലരും ആക്ഷരികമായിട്ട് മാത്രമാണ് ബൈബിളിനെ പരിശോധിക്കുന്നത്. അതിൻ്റെ ആത്മീയ അംശം പലപ്പോഴും എടുക്കാൻ അവർ ശ്രമിക്കുന്നില്ല. തിരുവെഴുത്തിൽ നമ്മൾ പറയുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ജീവൻ ഉള്ളത് ദൈവത്തിന്റെ ആത്മാവിലാണ്. ആത്മാവില്ലാതെ ദൈവത്തിന്റെ ആത്മാവില്ലാതെ തിരുവെഴുത്തുകളെ നമുക്ക് വ്യാഖ്യാനിക്കുവാനോ ഗ്രഹിക്കുവാനോ പോലും കഴിയുകയില്ല. നമ്മൾ ഈ വിഷയത്തിന്റെ റൂട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷകന്മാരാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തെക്കുറിച്ച്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച്, യേശുക്രിസ്തുവിന്റെ പ്രവർത്തന മണ്ഡലത്തെ സംബന്ധിച്ച്, ക്രൂശിലെ മരണവും അടക്കവും പുനരുത്ഥാനവും പിന്നീട് കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുമുള്ള എല്ലാ രേഖകളും എഴുതിയിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം നമ്മൾ അനേകം ആളുകൾ മറന്നു പോകുന്നതും നമ്മൾ വളരെ ശ്രദ്ധയോടെ കരുതുന്നതുമായ ഒരു കാര്യം, ഈ പുസ്തകങ്ങൾ പൊതുവിൽ വ്യക്തമായ ഒരു ചിത്രം നൽകാതെയാണ് എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിലും ഈ പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ എഴുത്തുകാരെല്ലാവരും പരിശുദ്ധാത്മ പൂർണരായി അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തതുപോലെയുള്ള ഒരു ശുശ്രൂഷ നിർവഹിച്ച് ഏകദേശം AD 60-70 കാലഘട്ടങ്ങളിലാണ് ഈ 4 സുവിശേഷങ്ങളും എഴുതിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അവർ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് ലഭിച്ചിട്ടാണ് ഇത് എഴുതിയതെങ്കിലും വെളിപ്പാടില്ലാതിരുന്നപ്പോൾ അവർക്ക് എങ്ങനെയാണ് വെളിപ്പെട്ടത് അത് അതേ രീതിയിൽ തന്നെയാണ് അവരതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ എഴുതിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അനേകം ആളുകൾ വ്യാജന്മാർ കടന്നുകൂടാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ ഒരു കാര്യം, ഈ വചനം ശരിക്കും അവർക്ക് വെളിപ്പെട്ടതിന് ശേഷവും വെളിപ്പെടാതെ അവർക്ക് ഇരുന്ന സമയത്ത് എപ്രകാരം അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തോ അതങ്ങനെ തന്നെ അവർ എഴുതി. വെളിപ്പെട്ട ശേഷമുള്ള വെളിപ്പാടിൽ അവർ എഴുതിയില്ല. അവർ ലിറ്ററലായിട്ട് യേശുക്രിസ്തു എന്ത് പറഞ്ഞോ അവർക്ക് മനസ്സിലാകാതിരുന്ന ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ അവർക്കത് മനസ്സിലാകാതിരുന്നത്, അവർക്ക് മനസ്സിലായതിനു ശേഷം അത് എഴുതിയപ്പോഴും കർത്താവ് അവരുടെ കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞ കാര്യത്തെ അവരുടെ വെളിപ്പാട് അതിനോട് ആഡ് ചെയ്യാതെ അതിനെ അങ്ങനെ തന്നെ എഴുതി വെച്ചു. അതിന്ന് അനേകർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീർന്നു. എന്നാൽ വചനം വെളിപ്പെട്ടപ്പോൾ അവർ വചനത്തിൽ
ആ വെളിപ്പെട്ട വചനത്തെ അവർ പ്രവർത്തിച്ചു വരവേ, അല്ലെങ്കിൽ അതിനെ അവര് പ്രാക്ടിക്കലായിട്ട് ദൈവസഭയിൽ ചെയ്തു വരവെയാണ് ഈ പുസ്തകങ്ങൾ എഴുതി പൂർത്താക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ മുൻപൊരിക്കൽ ഒരു കത്തോലിക്ക വൈദികനുമായിട്ടുള്ളൊരു അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മൾ അതിനെ ഒരു വിഷയമായിട്ട് എടുത്തുകൊണ്ടുവന്നപ്പോൾ നമ്മൾ കണ്ടു, കാത്തലിക് ചർച്ച് ബൈബിളിന്റെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ മൊത്ത അവകാശം അവരെടുത്തു. അതുകൊണ്ട് ബൈബിൾ പ്രിന്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും ബൈബിളിലെ വചനങ്ങളുടെയും എല്ലാം അതിന്റെ ആധികാരികത മുഴുവൻ അവർക്കാണ് എന്ന് അവർ അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ബൈബിളിൽ സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ തുടങ്ങി കാത്തലിക് എൻസൈക്ലോപീഡിയ വരെയുള്ള വിജ്ഞാനകോശങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നത് AD 2 നൂറ്റാണ്ടുകൾ, ഏകദേശം 2.5 നൂറ്റാണ്ടുകൾ വരെ ദൈവസഭ, യെരുശലേമിൽ ആരംഭിക്കപ്പെട്ട യഥാർത്ഥ ദൈവസഭ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം കഴിപ്പിച്ചതെന്നും ഈ ദ ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആ ഫോർമുല ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് ട്രിനിറ്റിയിലേക്ക് മാറ്റിയത് കത്തോലിക്ക സഭ ആണ് എന്നുള്ള കാര്യത്തെ വളരെ സ്പഷ്ടമായിട്ട് ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നാം കാണുന്നത് കാത്തലിക് ചർച്ച് അതിനെ ട്രിനിറ്റേറിയൻ ഡോക്ടറിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും തളിക്കൽ സ്നാനം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കാണാൻ സാധിക്കും. പിന്നീട് സഭ ഇരുണ്ട കാലങ്ങളിലൂടെ കടന്നുപോയി. പിന്നീട് മുഴുകൽ സ്നാനം ആരംഭിക്കുന്നത് തന്നെ ബൈബിൾ സാർവത്രികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഈ 1 നൂറ്റാണ്ടിനപ്പുറം 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവം തിരഞ്ഞെടുത്ത ഒരു കൂട്ടത്തിന്റെ മേൽ വന്നപ്പോഴാണ് വീണ്ടും മുഴുകൽ സ്നാനം എന്ന നിലയിൽ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിനു മുമ്പ് 1600-ൽ ലൂതറും പിന്നീട് മെത്തഡിസ്റ്റ് കാൽവിനും ഫിന്നിയും അതുപോലുള്ള പിന്നീടുള്ള മതപരിഷ്കർത്താക്കളെല്ലാം വന്നുവെങ്കിലും പലരും വിശ്വാസം, ശുദ്ധീകരണം തുടങ്ങിയ പല കാര്യങ്ങൾ മാത്രമാണ് പ്രസംഗിച്ചിരുന്നത്. വിശ്വാസത്താൽ നീതീകരണം ലൂതർ പ്രസംഗിച്ചുവെങ്കിൽ പ്രസംഗിച്ചു. പിന്നീട് വന്ന സുവിശേഷകന്മാരെ അല്ലെങ്കിൽ പിന്നീട് വന്ന മതപരിഷ്കർത്താക്കളെല്ലാം അതിനോട് ആഡ് ചെയ്തുവെങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഫുൾ റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് വരുന്നത് 19-ാം നൂറ്റാണ്ടിലെ ആദ്യ പാദത്തിലാണ്. എന്നാൽ അങ്ങനെ അവർക്ക് ലഭിച്ചപ്പോഴും അവർക്ക് അത് ആക്ഷരികമായി മത്തായി 28:19 എങ്ങനെ എഴുതിയിരിക്കുന്നുവോ അങ്ങനെ തന്നെ അവർ എടുത്തുള്ളൂ. അവർക്ക് സ്നാനത്തെ സംബന്ധിച്ചോ ദൈവത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ചോ ഉള്ള പരിപൂർണമായ വെളിപ്പാട് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ കാലഘട്ടങ്ങളിലുള്ള ദൈവത്തിന്റെ ഇടപെടലിനെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ദൈവം പിന്നീട് ഏതാണ്ട് വീണ്ടും ഒരു 10 വർഷം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ചും സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് എന്നുള്ളതും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളത് ദൈവത്തിന്റെ 3 പദവികളാണെന്നും ആ സ്ഥാനനാമങ്ങളിൽ അല്ല സ്നാനമെന്നും സ്നാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് വേണ്ടതെന്നും എന്നാൽ മാത്രമേ പാപങ്ങളുടെ മോചനം ലഭിക്കുകയുള്ളൂ എന്നും നമുക്ക് വേണ്ടി ഭരിച്ചത് പിതാവോ പുത്രനോ പരിശുദ്ധാത്മാവോ എന്ന് ട്രിനിറ്റേറിയൻസ് വിശ്വസിക്കുന്ന 3 വ്യക്തികളല്ല, മറിച്ച് ആ 3 വ്യക്തികളായി അവർ പഠിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ 3 വെളിപ്പാടുകളിൽ മനുഷ്യന്റെ പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി ജീവൻ നമുക്ക് വേണ്ടി നൽകിയ യേശുക്രിസ്തുവിന്റെ മരണത്തോട് ചേരുവാൻ വേണ്ടിയാണ് സ്നാനം ലഭിക്കുന്നത് എന്നുള്ള തിരുവെഴുത്തുകളുടെ സത്യം വീണ്ടും 1-ാം നൂറ്റാണ്ടിലെ അതേ അനുഭവം 19-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് ഒരു 14 വർഷങ്ങൾ കഴിയുമ്പോൾ 1914 ആകുമ്പോഴേക്കും ആ ചരിത്ര സത്യങ്ങൾ, യഥാർത്ഥ സത്യത്തിന്റെ വെളിച്ചം വളരെ ചുരുക്കം ആളുകളിലേക്ക് വന്നു. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെയും ഈ സത്യത്തെ നിഷേധിക്കുന്നതിനും ഈ സത്യം പ്രസ്താവിക്കുന്നവരെ വ്യാജന്മാരായി ചിത്രീകരിക്കുന്നതിനും ട്രിനിറ്റേറിയൻ എന്ന് പറയുന്ന ഭൂരിഭാഗം വരുന്ന ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അന്നും അത് ചൈൽഡ് ബാപ്റ്റിസം ആയാലും അതുപോലെ തന്നെ മുഴുവൽ ബാപ്റ്റിസം ആയാലും 1900-ന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ 2 കൂട്ടം ആളുകളും ഒരുപോലെ ഈ സത്യത്തെ എതിർത്ത് വരുന്നത് കാണാൻ സാധിക്കും. ഇന്ന് നാം ജീവിക്കുന്ന ഈ തലമുറയിലേക്ക് വരുമ്പോൾ
ഇന്ന് കത്തോലിക്ക മുതൽ പെന്റക്കോസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ തുടങ്ങിയ എല്ലാ സഭകളും ഈ സത്യസ്നാനത്തിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അതും അവർ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരിയെന്നും യഥാർത്ഥമായ സ്നാനം തിരുവെഴുത്തുകൾ പ്രകാരം തെളിവുള്ളതും സുവിശേഷ അപ്പോസ്തലന്മാര് നിവർത്തിച്ചിട്ടുള്ളതും പ്രവാചകന്മാരാലും അപ്പോസ്തലന്മാരാലും സ്ഥിരീകരിക്കപ്പെട്ട ദൈവത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് 100% ചരിത്രപരമായും ബിബ്ലിക്കലായും എവിഡൻസ് ഉള്ള ഈ സത്യത്തെ നിഷേധിക്കുന്നതിൽ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഖേദകരമായ വസ്തുതയും ഒരു വിരോധാഭാസവും എന്ന് പറയേണ്ടി വരും. അപ്പോൾ ബുദ്ധിമാന്മാരുടെ ചിന്താഗതി പ്രകാരമാണെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഭൂരിപക്ഷം ആളുകൾക്ക് എങ്ങനെ തെറ്റുപറ്റും? ഭൂരിപക്ഷം ആളുകളാണ് ശരി. വെളിപ്പാടില്ലാത്തത് കൊണ്ട് ആളുകൾ ചിന്തിക്കും ശരിയാണല്ലോ, ശരി കൂടുതൽ പേര് പറയുന്നതായിരിക്കും, കാരണം കുറച്ചു പേര് മാത്രമാണ് ഇത് പറയുന്നത്. അപ്പോൾ പിശാചിന്റെ സ്വാധീനം അവരുടെ ഇടയിൽ കൂടുതലുള്ളതുകൊണ്ട് ആ തെറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ആ ശരിക്കെതിരെ അവർക്ക് ഇന്ന് ഒരു ജയക്കൊടി ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. അതിന്റെ തെളിവ് എല്ലാവരും കാണുക വെളിപ്പെടാൻ പോകുന്നത് നമ്മുടെ കർത്താവിന്റെ മധ്യാകാശ വരവോടുകൂടി ആയിരിക്കും. കാരണം ആ ചോദ്യത്തിലേക്ക് മടങ്ങിയാൽ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് റോമാലേഖനത്തിൽ പൗലോസ് 8-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പോ ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് വെച്ചാൽ ആത്മീയമായിട്ടും ജഡികമായിട്ടും അല്ലെങ്കിൽ ബുദ്ധി തലത്തിലും ആത്മീയ തലത്തിലും ഈ 2 തരത്തിലും നമുക്ക് ദൈവവചനത്തെ പരിശോധിക്കാൻ കഴിയും. എന്നാൽ ദൈവവചനം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം. ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ട പ്രവാചകന്മാരാകട്ടെ, അപ്പോസ്തലന്മാരാകട്ടെ, ശിഷ്യന്മാരാകട്ടെ, അവരിൽ വ്യാപരിച്ചിരുന്ന അതേ ആത്മാവ് ആർക്ക് ലഭിക്കുന്നുവോ അവർക്ക് ഈ സത്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. കാരണം വചനം എഴുതിയ പരിശുദ്ധാത്മാവാണ് വചനത്തെ വെളിപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. മ്യൂട്ടാണ്. താങ്ക് യു പാസ്റ്റർ. അപ്പൊ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ്. നമ്മുടെ കയ്യിൽ ഒരു വിൻഡോസ് വേർഡിന്റെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിനകത്ത് വിൻഡോസ് ഓഫീസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫയല് തുറക്കാൻ പറ്റത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വരേണ്ടത് ആ സോഫ്റ്റ്വെയറിൽ കൂടെയാണ്. അതുപോലെയാണ് പത്രോസ് 1 പത്രോസ് 10-11 പറയുന്ന പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പൊ ഈ ക്രിസ്തുവിന്റെ ആത്മാവിൽ കൂടെ ദൈവം, പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം ഓരോ മക്കളിൽ വെളിപ്പെടുത്തുന്ന സത്യമായിട്ടാണ് നമ്മൾ ബൈബിളിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 24 നമ്മൾ കാണുമ്പോൾ കർത്താവിന്റെ കൂടെ നടന്നു എങ്കിലും അന്ധകാരത്തിൽ നടന്ന ശിഷ്യന്മാര് വെളിച്ചം പ്രാപിക്കുന്നത് പെന്തക്കോസ് ദിനത്തില് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ചോദിക്കുവാൻ പോകുന്നത് നമ്മുടെ അബ്രഹാം കുട്ടി പാസ്റ്ററിനോട്, ഏതൊക്കെ തരത്തിലുള്ള സ്നാനങ്ങള് നമ്മുടെ ക്രിസ്തീയ ഗോളത്തിലുണ്ട്? എന്തുകൊണ്ട് നമ്മൾ ഒരു സ്നാനം ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്നു? ഏത് സ്നാനമാണ് നമ്മൾ പറയുന്നത്? അതിനു മുമ്പേ ഈ ഒരു വീഡിയോ, അതായത് ഇതാകുന്നു ബൈബിൾ കാണിക്കുന്ന സ്നാനം എന്ന് പറയുന്ന വീഡിയോ ഇപ്പോൾ കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബ്രദർ സൈമൺ അതൊന്ന് പ്ലേ ചെയ്താൽ നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ അബ്രഹാം കുട്ടി അതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്. മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞേക്കാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് നാടെങ്ങും സഞ്ചരിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതഗ്രസ്തരെ വിടിവിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് തന്റെ 33 തിരുവയസ്സിൽ തിരുവചനത്തിന്റെ നിവൃത്തി എന്ന വണ്ണം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തിരുവഴുത്തിൽ പ്രകാരം മരിച്ച് തിരുവഴുത്തിലും പ്രകാരം അടക്കപ്പെട്ട് തിരുവഴുത്തിലും പ്രകാരം ഉയർത്തിനേറ്റ് പിതാവിന്റെ വലഭാഗത്ത് തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവിലും കാത്തു നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എത്രയും വേഗം മടങ്ങി വരുന്ന നസ്രേനായ യേശു ക്രിസ്തുവിൽ പ്രിയ ഏബൽ വിശ്വസിക്കുന്നുവോ?
വിശ്വസിക്കുന്നവരെ സ്നാനം കഴിപ്പിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാകിയാലും പ്രിയ മകന്റെ സാക്ഷി വചനം ഹേതുവായും പ്രിയ ഏബലിനെ ഈ ജലാശയത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ ഇനി പാസ്റ്റർ അബ്രഹാം കുട്ടി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പാനലിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന യൂട്യൂബ് ലൈവ് ചാനലിൽ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇതുവരെയും നിങ്ങളുടെ എൻകറേജ്മെന്റ്, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും ദൈവവചനം യഥാർത്ഥ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടെ പറയട്ടെ, യേശുക്രിസ്തു 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം എന്നുള്ള ആ ഓതറൈസ് ചെയ്ത് അതോറിറ്റി കൊടുത്ത് ശിഷ്യന്മാരോട് അറിയിച്ച അതേ ഡിറ്റോ സുവിശേഷമാണ് JCNDSD ഗ്രൂപ്പിൽ കൂടെ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും ചുരുക്കം ചില മെമ്പേഴ്സിനെ ദൈവം 21-ാം നൂറ്റാണ്ടിൽ ഈ ഇന്ത്യയിൽ തന്നെ ഞങ്ങളെ അതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവത്തിന് 16 കോടി സ്തോത്രം. ഇന്ന് ഇവിടെ കണ്ട ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. എനിക്ക് വളരെ കൺസേൺ ഉള്ളതും വ്യാകുലതയുള്ളതും നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ളതാകുന്നു. കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ള ആ ജനതയാണ് ക്രിസ്ത്യാനികൾ എന്ന് ലോകം അറിയപ്പെടുന്നതും വിളിക്കുന്നതും. ആ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പല ഡിനോമിനേഷൻസ് കാണുവാൻ സാധിക്കും. അവിടെയെല്ലാം സ്നാനം മസ്റ്റാകുന്നു എന്നുള്ള തെളിവാണല്ലോ. കത്തോലിക്കർ തളിക്കൽ സ്നാനം കൊടുക്കുന്നു, പിന്നെ ശിശുസ്നാനം കൊടുക്കുന്നു, രക്ഷാസൈന്യക്കാര് കൊടിക്കീഴ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് ടൈറ്റിൽ പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തുന്നു. പിന്നീടുള്ള സ്നാനം കാണുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ച ഒരു സ്നാനം എന്ന് പറയുന്നത് ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽ ഒരു ആള് ഏബൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സ്നാനപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ ഊന്നി പറയുന്നത് തൃത്വ പെന്തക്കോസ്തുകാർ എന്ന് പറഞ്ഞ സമൂഹം, ആ സമൂഹത്തിന്റെ കുറച്ച് പേരുകൾ എനിക്കറിയാവുന്ന മെയിൻ ലൈൻ ചർച്ചസ് ആയിരിക്കുന്ന IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഷാരോൺ, TPM, ചർച്ച് ഓഫ് ഗോഡ്, അതുപോലെ അനേക ഡിനോമിനേഷൻസ് തൃത്വ പെന്തക്കോസ്തിന്റെ കാറ്റഗറിയിൽ വരുമ്പോൾ അവരെല്ലാം ഈ കത്തോലിക്കർ ചെയ്ത ശിശുസ്നാനത്തിനോ തളിക്കൽ സ്നാനത്തിനോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാ നാമം എന്ന് പറഞ്ഞ് അവിടെ ചെയ്യുമ്പോൾ അങ്ങനെ ബൈബിൾ ഒരു പ്രൂഫ് കാണുന്നില്ല എന്ന് ഈ പെന്തക്കോസ്തുകാർ തന്നെ അവരെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പെന്തക്കോസ്തിൽ നടക്കുന്നതായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് ഉച്ചരിച്ചുകൊണ്ടുള്ള സ്നാനവും ബൈബിളിൽ കാണുന്നില്ല. അതുകൊണ്ട് JCNDSD എന്ന ഈ ഗ്രൂപ്പ് ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് അപ്പോസ്തലന്മാര്, യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാര് എങ്ങനെയാണ് സ്നാനപ്പെടുത്തിയത്, കൽപ്പന ആരാണ് കേട്ടത് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചും ബൈബിളിൽ കാണുന്ന സ്നാനം ഈ കണ്ട സ്നാനം പോലെ ആണോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ബെറിയയിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്, അവർ തെസ്സലോനിക്കക്കാരെക്കാട്ടും സമർത്ഥരായിരുന്നു,
അവർ വചനം കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ എന്ന് പരിശോധിച്ചു പോന്നിരുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ തൃത്വസഭകളായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ബെറിയയിലെ വിശ്വാസികളെ പോലെ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചതുപോലെ ഈ സ്നാനം കണ്ടതിനു ശേഷം ഈ സ്നാനം ഏറ്റവര് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നുള്ള സ്നാനം ബൈബിളിൽ എവിടെയെങ്കിലും പ്രതിപാദിപ്പിച്ചിട്ടുണ്ടോ, ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഏതെങ്കിലും വിശ്വാസികൾ ഏറ്റിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതല്ലേ? ഈ പാസ്റ്റർ ഏത് പാസ്റ്റർ എന്നറിയില്ല, പേരറിയില്ല. അദ്ദേഹം ഈ ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന കത്തോലിക്കർ നടത്തുന്ന അവർ ശിശുക്കൾക്ക് കൊടുക്കുമ്പോൾ മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു സ്നാനം കത്തോലിക്കന് കൊടുക്കുന്ന അതേ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഈ സ്നാനം ബൈബിളിൽ ഉണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ സാധിക്കും. അവിടെ സ്നാനപ്പെടുത്തിയപ്പോൾ ഉപയോഗിച്ച നാമമാണ് യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന. മത്തായി 28:19 വാക്യമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അവിടെ എന്തു പറയുന്നു? നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പ്രമാണിക്കുവാൻ തക്കവണ്ണം സർവരെയും ഉപദേശിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ അത് പ്രമാണിച്ച് ഉപദേശിക്കണം എന്നതാണ് മെയിനായിട്ടുള്ള വിഷയം അവിടെ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ അപ്പോസ്തലന്മാർ ഒഴികെ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും പോപ്പോ, ബിഷപ്പുമാരോ, കർദിനാൾമാരോ, അച്ഛന്മാരോ, പാസ്റ്റർമാരോ, ഇവാഞ്ചലിസ്റ്റുമാരോ യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന കേട്ടോ? നമ്പർ 1 ക്വസ്റ്റ്യൻ ആണ്. കേൾവിക്കാരായിരിക്കും നിങ്ങൾക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. ഈ കൽപ്പന കേട്ടത് അപ്പോസ്തലന്മാരാകുന്നു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ താല്പര്യപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷക്കാലം ഉണ്ടും ഉറങ്ങിയും സഞ്ചരിച്ചും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശിഷ്യന്മാർക്ക് പലപ്പോഴും യേശുക്രിസ്തു പറഞ്ഞത് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഒരു പ്രാവശ്യം ഒരു വിത്ത് വിധിക്കാൻ പോയപ്പോൾ വിത്ത് പല പാറപ്പുറത്തും മുള്ളിന്റെ ഇടയിലും നല്ല സ്ഥലത്തും വീണ കാര്യം പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയാണ്, ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പിന്നീട് അവർക്ക് വേണ്ടി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ, സ്വർഗാരോഹണത്തിന് മുമ്പ് തന്നെ അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓർപ്പിക്കുകയും നിങ്ങളെ സകല സത്യത്തിലേക്കും വഴിനടത്തുകയും ചെയ്യും. ഈ കാര്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു മനസ്സിലാക്കണമേ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പെന്തക്കോസ്തുകൾ ആയിരിക്കുന്ന വിശ്വാസികളെ, അപ്പോൾ തീർച്ചയായിട്ടും അപ്പോസ്തലന്മാര് സുവിശേഷ വേല തുടങ്ങേണ്ടത് എപ്പോഴാകുന്നു? പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. എന്റെ സാക്ഷികളാകണം. യഹോവയുടെ സാക്ഷികളല്ല ആകേണ്ടത്, എന്റെ സാക്ഷികൾ. യഹോവ സാക്ഷികൾ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സാക്ഷികളാകേണ്ടത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്നു, അല്ലാതെ യഹോവ സാക്ഷിയായിട്ടല്ല നിങ്ങൾ ആയിരിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുസരിക്കുന്ന ഉപദേശം ബൈബിൾ പ്രകാരമുള്ള ഉപദേശമല്ല. ഇനിയും ഈ സ്നാന വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു ഏബിൾ എന്ന് പറയുന്ന ഒരു സഹോദരനെ. തീർച്ചയായിട്ടും ബൈബിൾ പ്രകാരം അത് തെറ്റാകുന്നു. അങ്ങനെ ഒരു സ്നാനം കൽപ്പന കേട്ട ശിഷ്യന്മാര് പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും 1-ാം നൂറ്റാണ്ട് മുതൽ അപ്പോസ്തലന്മാര് സ്ഥാപിച്ച സഭകൾ, ഏതെങ്കിലും വിശ്വാസികള് അങ്ങനെ ഒരു സ്നാനം ഏറ്റതായിട്ട് ബൈബിളിൽ പഠിപ്പിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് കൽപ്പന കേട്ട അപ്പോസ്തലന്മാർക്ക് ആ നാമം എന്താകുന്നു എന്ന് അവർക്ക് എപ്പോഴാണ് ഗ്രഹിച്ചത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ, കൽപ്പന കൊടുത്തപ്പോൾ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവോട് ചോദിച്ചില്ല പിതാവിന്റെ പേരെന്താണ്, പുത്രന്റെ പേരെന്താണ്, പരിശുദ്ധാത്മാവിന്റെ പേരെന്താന്ന് അവർ ചോദിച്ചില്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ അത് നിങ്ങളെ സകല സത്യത്തിലേക്കും ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കും. അങ്ങനെയെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് ദിവസം അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രം അധികം പറയേണ്ട കാര്യമില്ല. യെരുശലേമിൽ 120 അടങ്ങുന്ന ഒരു സംഘത്തിലേക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തപ്പോൾ അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കർത്താവ് അവിടെ കൂടിയിരുന്നവരുടെ മനസ്സിലാകത്തക്ക വണ്ണം പത്രോസിന്റെ വായിൽ കൂടി വന്ന ആ സന്ദേശം അവരവരുടെ ഭാഷകളിൽ അവർ ഗ്രഹിച്ചു. ആ ഗ്രഹിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവർ പാപികളാകുന്നു എന്ന്. അപ്പോൾ പത്രോസ് പറഞ്ഞത് എന്താണ്? ഈ പ്രസംഗം കേട്ടതിന് ശേഷം പബ്ലിക്ക് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ക്രൂശിച്ച യേശു ക്രിസ്തു ഈസ് ദ ലോർഡ് ആൻഡ് ക്രൈസ്റ്റ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് കുത്തുകൊണ്ടു. അവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മത്തായി 28:19 യേശു ക്രിസ്തു കൽപ്പിച്ച ആ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണമെന്നാണോ പത്രോസോടെ പറഞ്ഞത്? ഒരിക്കലുമല്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന് ഒരു നാമമുണ്ട്, ആ നാമത്തിൽ ചെയ്യണം. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. ചെയ്യേണ്ടത് സ്നാനം ആരുടെ നാമത്തിലാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ നാമം എന്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. ആ നാമം ആദ്യമായി ഗ്രഹിച്ചത് ആരാണ്? അപ്പോസ്തലന്മാർക്കാണ്. അവിടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സകല സത്യത്തിലേക്ക് വഴി നടത്തുകയും അവരോട് പറഞ്ഞതെല്ലാം ഓർപ്പിക്കുകയും ചെയ്തപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അങ്ങനെ വന്ന ജനതയെ ദൈവത്തിന് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്ന് മത്തായി പറഞ്ഞ കൽപ്പന കേട്ട ഉടനെ ശിഷ്യന്മാർ ചാടി ഇറങ്ങിപ്പോയിട്ട് ആരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയിട്ടില്ല. അവർ പെടുത്തിയപ്പോ എപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം അണ്ടർലൈൻ നിങ്ങൾ ചെയ്തുകൊള്ളൂ. നിങ്ങളുടെ പാസ്റ്റർമാർ, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തുന്നുവെങ്കിൽ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവല്ല, അത് വേറെ ഏതെങ്കിലും ആത്മാവാകുന്നു. എന്തുകൊണ്ടെന്നാൽ അപ്പോസ്തലന്മാരിൽ വ്യാപരിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവർക്ക് ലഭിച്ച സത്യമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം യേശു ക്രിസ്തു ആകുന്നു. അത് യെരുശലേമിൽ ആദ്യത്തെ സ്നാനം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സ്നാനപ്പെട്ടവരെ ദൈവം അംഗീകരിക്കുകയും ദൈവസഭയുടെ ദൈവം ചേർക്കുകയും ചെയ്തു. 2ാമത്തെ സ്നാനം ഫിലിപ്പ് ശമര്യയിൽ കൂടി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചും സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞപ്പോൾ അനേക പുരുഷന്മാരും സ്ത്രീകളും ഫിലിപ്പോസ് പറഞ്ഞ സുവിശേഷം കേട്ട് വിശ്വസിച്ചു. അവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി എന്ന് വളരെ വ്യക്തമായി അപ്പോസ്തല പ്രവൃത്തികൾ 8:16 പറയുന്നു. ഈ അപ്പോസ്തലന്മാർ ആദ്യം ഗ്രഹിച്ചിരിക്കുന്നത് ഈ രക്ഷ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാകുന്നു എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇത് സർവ്വജനത്തിന്റെയും
ഭൂമിയുടെ മുകളിലുള്ള സർവ്വജനത്തിനെയും ആകാശത്തിന്റെ കീഴിലുള്ള സർവ്വജാതികൾക്കും ഈ ഒരു രക്ഷയാണ് വേണ്ടത് എന്ന് ദൈവം പത്രോസിന് പ്രത്യേക ഒരു ദർശനത്താൽ വെളിപ്പെടുത്തുകയും ജാതീയനായ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോവുകയും അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, സുവിശേഷം കേട്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയുകയും അന്യഭാഷകൾ സംസാരിക്കുകയും ചെയ്തു. അവർ ഇമ്മീഡിയറ്റ്ലി പത്രോസിന്റെ കൽപ്പന പ്രകാരം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ കൽപ്പിക്കുകയും അവർ യേശു ക്രിസ്തു സ്നാനപ്പെടുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്, ചിലർ 2:38 പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. ഇവിടെ സ്നാനപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ലഭിച്ചു. എന്തുകൊണ്ടാണ്? ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് അവർക്ക് പരിശുദ്ധാത്മാവ് അയച്ചു കൊടുത്തത്. അത് ലഭിച്ചതിന് ശേഷം അവര് യാതൊരു തർക്കങ്ങളോ വാദങ്ങളോ ഒന്നും ചെയ്യാതെ ഇമ്മീഡിയറ്റ് തന്നെ അപ്പോസ്തലന്മാർ പറഞ്ഞ സ്നാനത്തിന് അവര് അനുകൂലിച്ചു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾ അവകാശപ്പെടുന്നു നിങ്ങളുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കൊർന്നല്യോസിലെ ഭവനക്കാരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടതുപോലെ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ തയ്യാറാകണം. അടുത്ത ഒരു സ്നാനം വളരെ എക്സ്പ്ലിസിറ്റ്ലി ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ. ഞാൻ ബൈബിൾ വായിക്കുന്നില്ല, ഞാൻ ഡയറക്റ്റ് പറയുകയാണ്. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പൗലോസിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് ആദ്യം. അപ്പോൾ അവര് പറയാണ്, പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥമായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ സ്നാനം യഥാർത്ഥമായിരിക്കണം. എന്തിനേറെ പറയണം? അവര് പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ പൗലോസ് പറയാണ് നിങ്ങൾ ഇട്ട സ്നാനം അത് യോഹന്നാന്റെ മാനസാന്തര സ്നാനമാകുന്നു. യോഹന്നാൻ വിളിച്ചു പറഞ്ഞ എന്താണ്? യോഹന്നാന്റെ പിറകിൽ വരുന്ന യേശുവിൽ വിശ്വസിക്കണമെന്നാണ് യോഹന്നാൻ പറഞ്ഞു എന്ന് അവരോട് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ യേശുക്രിസ്തുവിന്റെ സ്നാനം ഏറ്റു. ഇവിടെ ഒരു പ്രൂഫാണ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാതെ വേറെ 100 സ്നാനമേറ്റാലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നവരെയും ബിബ്ലിക്കൽ പ്രകാരം അത് സ്നാനമല്ല. എന്തുകൊണ്ടെന്നാൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, വിശ്വാസം 1, സ്നാനം 1, ദൈവം ഒരുവൻ. ഇത് പറഞ്ഞത് ആരാണ്? അപ്പോസ്തലനായ പൗലോസാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വിശ്വാസം 1, സ്നാനം 1 എന്ന് എഫേസ്യർക്ക് ലേഖനം വിടുമ്പോൾ പൗലോസ് പറഞ്ഞ ആ ഏക സ്നാനം ഏത് സ്നാനത്തെ കുറിച്ച് ആയിരിക്കണം? ആ അപ്പോസ്തലൻ കൊടുത്ത സ്നാനം ആയിരിക്കണം. ആ സ്നാനം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ തൃത്വ പെന്തക്കോസ്തുകളിൽ നിങ്ങളുടെ പാസ്റ്റർമാർ നിങ്ങൾ ഉപദേശിച്ചു തന്ന ഉപദേശത്തിൽ നിങ്ങൾ വർഷങ്ങളായി പാരമ്പര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ, ആ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏറ്റ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന ടൈറ്റിൽ സ്നാനത്തിൽ പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോസ്തല പ്രവൃത്തികൾ 2:38 പ്രകാരം നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിട്ടില്ല. നമ്പർ 1. നമ്പർ 2, നിങ്ങൾ സ്നാനപ്പെടുന്ന ആരോട് ചേരുവാനാണ്? ക്രിസ്തുവിനോട് കൂടി ചേരുവാൻ നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാനാണ് സ്നാനം. അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ നിങ്ങൾ പങ്കാളികളാകണം. അതാണ് സ്നാനം. അത് ആരാണ് മരിച്ചത്, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്? യേശു ക്രിസ്തു ആകുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനോട് കൂടെയാണ് നിങ്ങൾ ചേരേണ്ടത്. അപ്പൊ യേശു ക്രിസ്തു നിങ്ങൾ വഹിക്കണം. പിതാവ് മരിച്ചില്ല, പരിശുദ്ധാത്മാവ് മരിച്ചില്ല. അടുത്തത്, ക്രിസ്തുവിനെ ധരിക്കണം. അപ്പൊ ഞാനിവിടെ ധരിച്ചിരിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും. ഒരു വെള്ള ഷർട്ടും ഉണ്ട്, ഒരു കോട്ടും ഇട്ടിട്ടുണ്ട്. എന്നെ കാണുന്നവർക്ക് ഡിറ്റോ അവർക്ക് പറയാൻ സാധിക്കും, യാതൊരു തടസ്സവും കൂടാതെ ഞാൻ ധരിച്ചിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ബ്ലാക്ക് കോട്ടും ഒരു വൈറ്റ് ഷർട്ടുമാണ്. അങ്ങനെയെങ്കിൽ
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരുവൻ ധരിക്കുന്നത് യേശുക്രിസ്തുവിനെ ആയിരിക്കുന്നു. ഇതാണ് നീതി. ബൈബിൾ പ്രകാരം ഉള്ള സ്നാനം. ഞാൻ ഇവിടെ വാക്യങ്ങൾ ഉദ്ധരിച്ച് കോട്ട് ചെയ്തത്. അതിന് വിപരീതമായി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരി സഹോദരന്മാർക്ക് ഈ വ്യാജ പാഷന്മാരുടെയും ദുരുപദേശകരെയും മാറ്റി നിർത്തിക്കൊണ്ട് വിശ്വാസികളായിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ബൈബിളിൽ എവിടെയെങ്കിലും അപ്പോസ്തലന്മാർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം കൊടുത്തോ? ഏതെങ്കിലും ഒരു വിശ്വാസികൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റതായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? തെളിവുണ്ടോ? ഇല്ല എങ്കിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുന്നത്? നിങ്ങൾ നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് JCNDSD എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഞങ്ങൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ പ്രസംഗിച്ച അതേ സുവിശേഷം ഒരു കോമ, കുത്തു, കോളൻ മാറ്റമില്ലാതെ ഞങ്ങൾ ഇതിവിടെ പ്രസ്താവിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ചിലരെങ്കിലും ഈ സത്യവചനം കേട്ട് നിത്യ നാശത്തിൽ നിന്ന് ഒഴിഞ്ഞ് നിത്യത്തിലേക്ക് നിങ്ങൾ ആയിത്തീരണം എന്ന് വളരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ചിന്തയുടെ ആ ഭാരം ഞങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ കേട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ക്രിസ്തീയ സമൂഹം ഈ ഒരു സത്യസ്നാനത്തെ കുറിച്ച് ഒരു വീഡിയോയോ ഒരു മെസ്സേജോ നിങ്ങൾ കേട്ടോ കണ്ടോ, എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇമ്മീഡിയറ്റ് ഫേസ്ബുക്കിൽ റെസ്പോണ്ട് ചെയ്ത് ഈ സ്നാനം തെറ്റാണെന്നും ദുരുപദേശമാണെന്നും ഞാൻ ഉറക്കെ പറയുകയുണ്ടായി, ഞാൻ എഴുതുകയുണ്ടായി. മാത്രമല്ല വേറൊരു വാക്യം അപ്പോസ്തലനായ പൗലോസിന്റെ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ആരെയും ഖണ്ഡിക്കുകയോ ആരെയും വേദനപ്പെടുത്തുകയോ ചെയ്യാൻ പറയുന്നതല്ല. എങ്കിലും പറയുന്നു, പൗലോസ് പറയുന്നു, Paul is saying, if I please men, I cannot be a servant of God. ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നെങ്കിൽ ദൈവത്തിന്റെ ദാസനായിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സർവതൃത്വ നേതാക്കന്മാരും പാഷന്മാരും ദുരുപദേശകരും കള്ളപ്രവാചകന്മാരും എനിക്ക് നേരെ നെറ്റി തുളിച്ചാൽ അവരോട് ഞാൻ പറയുന്ന വാക്യമാണ് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അത് ഇപ്രകാരമാകുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് നിങ്ങളോട് അങ്ങനെയെങ്കിൽ ആരാണ് ശപിക്കപ്പെട്ടവരെന്ന് കേൾവിക്കാരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോസ്തലന്മാര് പറഞ്ഞ ഉപദേശത്തിന് വിപരീതമായി ആരാണ് ചെയ്യുന്നത്? നിങ്ങളുടെ സഭയിലെ പാഷന്മാരല്ലേ ചെയ്യുന്നത്? അവർ ആരാകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്? ശപിക്കപ്പെട്ടവർ. ശപിക്കപ്പെട്ടവർക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റുമോ? വെളിപ്പാട് പുസ്തകം വായിക്കുക. ശപിക്കപ്പെട്ടവർ, അറുക്കപ്പെട്ടവർ, ഭീരുക്കൾ, അങ്ങനെ പല ലിസ്റ്റിൽ പറയുന്നുണ്ട് ശപിക്കപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശാപഗ്രസ്തരായി ഈ ശാപഗ്രസ്തരുടെ ഉപദേശം കേട്ട് നിങ്ങളുടെ വിലയേറിയ രക്ഷ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ബൈബിൾ പ്രകാരം എഫെസോസിലെ 12 ശിഷ്യന്മാര് അവരേറ്റ സ്നാനം യേശു ക്രിസ്തു ഏറ്റ അതേ സ്നാനമായിരുന്നു. എന്നാൽ പൗലോസിന്റെ ഉപദേശം കേട്ട് ആ യേശു ക്രിസ്തു ഏറ്റ അതേ സ്നാനമേറ്റ 12 ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതായി ബൈബിൾ പഠിപ്പിക്കുമ്പോൾ എന്തിന് സത്യത്തിന്റെ നേരെ നിങ്ങൾ കണ്ണടയ്ക്കണം? ദുരുപദേശകരെ, നിങ്ങളോട് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-9 വായിച്ച പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചവനാണെന്ന്. പത്രോസ് MDHO BTHO PhD പഠിച്ചവനല്ല. ഈ ലോകത്തിന് ജ്ഞാനത്താലല്ല സംസാരിച്ചത്. പിന്നെയോ അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെ അവരോട് ചേർന്ന് നിന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശമായിരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം അല്ലാതെ ഏത് സ്നാനമേറ്റാലും അത് ദുരുപദേശമാകുന്നു എന്ന് JCNDSD ഈ ഗ്രൂപ്പിൽ കൂടെ ഞാൻ ഖണ്ഡിച്ച് സംസാരിക്കുന്നു. വ്യക്തിപരമായി ആർക്കെങ്കിലും എന്നോട് സംസാരിക്കണമെങ്കിൽ നമ്പറോടെ കൊടുക്കും, നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ ഇത്രയും തുറന്നു പറഞ്ഞത് കൊലോസ് ലേഖനം 3-ാം അധ്യായം
17 വാക്യം കൂട്ടിയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാൻ പോകുന്നു. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. അപ്പോൾ തൃത്വ സഭകളിൽ ഒരു ഇനാഗുറേഷൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ചെയ്യുന്നു. ഏതെങ്കിലും ഹൗസ് വാമിംഗ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ചെയ്യുന്നു. ചൈൽഡ് ഡെഡിക്കേഷൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് അപ്പോസ്തലന്മാർ ഉപദേശിച്ച ഉപദേശത്തിൽ നിന്ന് വിപരീതമാണ്. അപ്പോസ്തലന്മാർ ഉപദേശിച്ച ഉപദേശം അത് യേശുക്രിസ്തുവിൽ നിന്ന് ഡയറക്റ്റ് കേട്ടതും പ്രാപിച്ച ഉപദേശമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം. അതുകൊണ്ട് ഈ വീഡിയോയിൽ കണ്ട ഈ സ്നാനം ബൈബിൾ പ്രകാരമുള്ള സ്നാനമല്ല. ഇത് തെറ്റാകുന്നു, ഇത് ഫോഷ്കാകുന്നു, ഇത് ദുരുപദേശമാകുന്നു എന്നൊരു പ്രാവശ്യം കൂടെ ഊന്നി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ അബ്രാംകുട്ടി. അപ്പം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം അവിടെ നമ്മൾ അവതരിപ്പിച്ചു. അപ്പോസ്തലന്മാര് കൊടുത്ത സ്നാനം എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുത്തു. ഞാൻ ഇതിനെ ഒരു പ്രാവശ്യം കൂടെ ഒരു ഉപമ പറഞ്ഞല്ലോ. കമ്പ്യൂട്ടറിനകത്ത് നമുക്കൊരു വേർഡ് ഫയല് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ വേർഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ വിൻഡോസ് ഓഫീസ് ഇല്ലാതെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മത്തായി സുവിശേഷം 28:19 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫയൽ നെയിമിനെ പോലെ ഇരിക്കും. നമ്മളൊരു ഡ്രൈവിനകത്ത് പോയി ഒരു ഫയൽ നെയിം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഫയൽ നെയിം കാണാൻ പറ്റും. 19 കൊടുത്തേക്കുന്ന ആ ഒരു ഉപദേശം അവിടെ കാണാൻ പറ്റും ഫയൽ നെയിമായിട്ട്. പക്ഷേ അതിന്റെ ഇൻസ്ട്രക്ഷൻ വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം, എന്നാലേ ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനകത്തുള്ള കണ്ടന്റ് കാണാൻ പറ്റത്തുള്ളൂ, ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ വെളിപ്പാടും ആ ദിവസത്തിന് മുമ്പേ അവർക്ക് ഇല്ലാതിരുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അതിന് എക്സാമ്പിൾ പറയുന്നത് അവൻ തന്റെ ശരീരത്തെ ആലയം എന്ന് പറഞ്ഞത് അത് എപ്പോഴാണ് അവർക്ക് മനസ്സിലായത്? കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാണ് അവന്റെ ശരീരം ആലയമാണെന്ന് പറഞ്ഞത് അവർക്ക് മനസ്സിലായത്. വളരെ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ പലരും വചനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപമകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ദൈവരാജ്യത്തെ പറ്റിയുള്ള ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുകയും മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. പരിശുദ്ധാത്മാവിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇല്ലാതെ നമുക്കൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നത് പാസ്റ്റർ ജോയ് ജോസഫിനോടായിരിക്കും. അതിനു മുമ്പേ ഞങ്ങൾ എങ്ങനെയാണ് സ്നാനം കൊടുക്കുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ ഉള്ള വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയാണ്. അത് നമുക്കൊന്ന് കണ്ടിട്ട് പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആകാശത്തിന് വൃത്തം വരയ്ക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത സർവശക്തനായ ദൈവം കാലസമ്പൂർണതയിൽ കന്യാമറിയാമിൽ ജഡാവതാരം എടുത്ത് 33 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് ശിഷ്യന്മാർക്ക് സതുപദേശങ്ങൾ നൽകുകയും അനേക രോഗികളെ സൗഖ്യമാക്കി അനേക മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്ത് മാനവജാതിയുടെ പാപത്തെ പേറിക്കൊണ്ട് കാൽവരി ക്രൂശിൽ ആ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റത് സഹോദരിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവിന്റെ കൽപ്പന പ്രകാരവും അപ്പോസ്തലന്മാർ കാണിച്ച മാതൃക പ്രകാരവും സഹോദരിയുടെ വായിൻ സാക്ഷ്യത്താലും പ്രിയ സഹോദരിയെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു വ്യക്തമായിട്ട് പത്രോസ് പറഞ്ഞതുപോലെ മാനസാന്തരവും പാപമോചനവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നാനം അവിടെ നൽകുകയാണ്. ലേവ്യ പുസ്തകത്തിന്റെ 14-15 പറയുന്നു, ഒരു സ്ത്രീ തന്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എങ്ങനെയാണ് അവൾ ഈ ഒരു വിശുദ്ധീകരണത്തിൽ കൂടെ കടന്നു പോകുന്നത്. അതിനുവേണ്ടിയാണ് ഇമർഷൻ ബാപ്റ്റിസം അല്ലെങ്കിൽ മിക്വ. അതല്ലാതെ ഒരു ആലയത്തിൽ ഒരു വിശ്വാസി പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് എടുക്കുന്ന മിക്വ. ഈ ഒരു മാതൃകയിൽ തന്നെയാണ് നമ്മുടെ ഒടുക്കലത്തെ പ്രവാചകനായിരുന്ന യോഹന്നാനും സ്നാനം കൊടുത്തിരുന്നത്. മശിഹായുടെ വെളിപ്പാടിന് വേണ്ടിയുള്ള സ്നാനത്തെ പറ്റി പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു മണവാട്ടിയെ പോലെ വിശ്വാസിയെ ഉപമിക്കുകയും എന്തുകൊണ്ടാണ് ആ നാമം ആ മണവാട്ടി ധരിക്കുകയും ചെയ്യുന്ന അതിന്റെ ആവശ്യം എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ഒന്ന് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധ നാമം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വയൽ പ്രദേശത്ത് മനുഷ്യന്റെ മുഖം നോക്കാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരായ വിൽസൺ ബ്രദർ, അതുപോലെ ദൈവദാസന്മാരായിരിക്കുന്ന ദാസൻ വിൽസൺ, അതുപോലെ തന്നെ ദൈവദാസൻ അബ്രഹാംകുട്ടി, ദൈവദാസൻ ജോസ് വറീസ്, ദൈവദാസൻ സൈമൺ, അതുപോലെ തന്നെയുള്ള കൂട്ടുപ്രവർത്തകരെ എല്ലാം കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഇതിനോടകം പലർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യർ വിഷമിക്കുമല്ലോ, അവർക്ക് പ്രയാസം ഉണ്ടാകുമല്ലോ, അവരുടെ പ്രയാസമായതുകൊണ്ട് നമുക്ക് അല്പം എണ്ണ പുരട്ടി ഒരു ചെറിയ ക്രമീകരണം ചെയ്യാം എന്നുള്ള രീതിയിലല്ല ഞങ്ങളുടെ സമീപനം. ഒരു ശരീരത്തിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒന്ന് ശരീരത്തിൽ കയറിയിരുന്ന് അവിടെ ഒരു കല്ലോ ഈ ലോകത്തിന്റെ മുള്ളോ കല്ലോ എന്തെങ്കിലും കയറിയിരുന്നിട്ട് അത് പഴുത്ത് വളരെയധികം വിങ്ങിപ്പൊട്ടുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും എണ്ണ പുരട്ടി അതിന്റെ മുകളിൽ കുറച്ച് മരുന്ന് വെച്ച് കിട്ടുന്നവരല്ല. അത് പൂർണ്ണമായി അതിനകത്ത് പഴുപ്പെടുത്ത് കളഞ്ഞ് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ഞങ്ങൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. അത് പലർക്കും വേദനയായി തീർന്നിട്ടുമുണ്ട്. ആ വേദന താൽക്കാലികമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഒരല്പം മനഃപൂർവം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഇവിടെ കർത്താവിന്റെ ദാസന്മാര് ജോസ് വറീസ് പാഷ്, അബ്രഹാംകുട്ടി പാഷ്, അതുപോലെ കർത്താവിന്റെ ദാസൻ വിൽസൺ, ഇവരെല്ലാം പറഞ്ഞിട്ടുള്ള വസ്തുതകൾ വ്യക്തമായി നമ്മൾ പരിശോധിച്ചാൽ അവർ വചനത്തിൽ നിന്നൊന്നും കൂട്ടുചേർത്തിട്ടില്ല. ഏതു മനുഷ്യനും ദൈവവചനപ്രകാരം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം എന്നുള്ള ഒരാഗ്രഹം മാത്രമല്ലാതെ മറ്റൊരു ആഗ്രഹവുമില്ലാതെ ഞങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. സ്നാനത്തെക്കുറിച്ച് രണ്ടാമത് ദൈവദാസൻ സ്നാനപ്പെടുത്തിയ അത് നിങ്ങൾ കണ്ടു. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അർത്ഥം കർത്താവിന്റെ ദാസന്മാര് ചരിത്രപരമായിട്ടും വ്യക്തമായി തെളിയിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ആണ് അവിടെ ഉപയോഗിച്ചത്. ഒരു വിവാഹം കഴിയുന്ന ഒരു മണവാട്ടി മണവാളന്റെ പേര് സ്വീകരിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. ആ മര്യാദയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലൂടെ ഇനി ഞങ്ങൾ പറയുന്നതിന് വിപരീതമായിട്ട് അല്ലെങ്കിൽ ആദ്യം കണ്ട ആ സ്നാനത്തിന്റെ ഇത് ബൈബിൾ പ്രകാരമുള്ള സ്നാനം എന്ന് പറഞ്ഞ് വ്യാജം കാണിച്ച ആ സ്നാനപ്രകാരം ഏതെങ്കിലും ഒരു സ്നാനം അപ്പോസ്തല പ്രവൃത്തിയിലൂടെ എടുത്തു തരാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ കൈക്കീഴിൽ രണ്ടാമത് സ്നാനപ്പെടാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ ഇത് എല്ലാ പ്രാവശ്യവും ആവർത്തിക്കാറുണ്ട്. ഒരൊറ്റ വ്യക്തി പോലും തൃത്വത്തിലോ അല്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും എന്ന അക്ഷരം പറഞ്ഞ് അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയ ഒരു തെളിവ് എടുത്തു തരുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ നടത്തുന്ന സ്നാനം ചതിവാണ്. അത് പരാജയപ്പെട്ടതാണ്. അത് വിജയത്തിന്റെ ഒരടയാളമല്ല ആ സ്നാനം എന്നുള്ളതിന് തെളിവാണത്. നമ്മൾ കേട്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യഹൂദന്മാര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണെന്ന് വ്യക്തമായിട്ട് വെളിവാകുന്നത് വരെ അവർ സ്നാനം നടത്തിയില്ല. അങ്ങനെ സ്നാനപ്പെട്ടു. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ 8:16 സമ്മിശ്ര ജാതി യഹൂദന്മാരും അല്ലെങ്കിൽ ജാതികളുമായിട്ട് ഇടകലർന്ന ജാതി കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടെന്ന് 8:16 പറയുന്നു.
അതുപോലെ 8:38 ഷണ്ണൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടതായിട്ട് പറയുന്നു. അത് ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തപ്പോൾ നാമമൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോഴും ഷണ്ണൻ ഇന്നത്തെ ബന്ധക്കോസുകാരെ പോലെ അവരൊരിക്കലും അവസരവാദികൾ അല്ലായിരുന്നു. അമേരിക്കയിൽ ചെന്ന് രഹസ്യമായി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് അവിടെ പണത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് ഇവിടെ രഹസ്യമായിട്ട് ഇവിടെ അവർ വന്ന് തൃപ്തി സ്നാനപ്പെടുത്തുന്ന ഒരു അവസരവാദികളല്ലായിരുന്നു അപ്പോസ്തലന്മാര്. ശമര്യയിൽ സ്നാനപ്പെടുത്തിയ അതേ ഫിലിപ്പോസാണ്, അല്ലെങ്കിൽ ശമര്യയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയ അതേ ഫിലിപ്പോസ് തന്നെയാണ് ഷണ്ണനെയും സ്നാനപ്പെടുത്തിയത്. ഇനി 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് സ്നാനപ്പെട്ട വ്യക്തമായ തെളിവ് അവിടെ കാണുന്നു. അത് നമ്മൾ 22 അല്ലെങ്കിൽ 16 നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പൗലോസ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ് സ്നാനമേറ്റതെന്ന് വ്യക്തമാണ്. ഇനി താമസിക്കുന്നത് അവന്റെ നാമം വിളിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക എന്നാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെയാണ് പൗലോസ് അല്ലെങ്കിൽ ശൗൽ സ്നാനപ്പെട്ടതെന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. 4-മതായിട്ടൊരു സ്നാനം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലെ ജാതികളാണ്. അത് നമ്മുടെ പ്രതിനിധിയാണ്. കൊർന്നല്യോസ് യഹൂദന്മാരുടെ പ്രതിനിധികളായി 3000 പേര് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. മറ്റൊന്ന് സമ്മിശ്ര ജാതി, യഹൂദനും ജാതികളും തമ്മിലുള്ള സമ്മിശ്ര ജാതി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അതുപോലെ തന്നെ ജാതികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. ഈ 4 വർഗം മാത്രമേ ഇന്ന് ലോകത്തിലുള്ളൂ. ഒന്നെങ്കിൽ യഹൂദനായിരിക്കും, അല്ലെങ്കിൽ സമ്മിശ്ര ജാതിയായിരിക്കും, അല്ലെങ്കിൽ ജാതിയായിരിക്കും. ഈ 3 വർഗങ്ങളും അല്ലെങ്കിൽ 3 സമൂഹവും സ്നാനപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അനീതി കൊണ്ട് സത്യത്തെ തടുക്കാൻ നോക്കരുത്. പ്രാരംഭത്തിൽ നടത്തിയ സ്നാനം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നതാണ്. ആ ഒരു പയ്യനെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി എന്ന് പറയുകയും അവൻ യഥാർത്ഥത്തിൽ വെള്ളത്തിൽ അവനെ മുക്കിയതേയുള്ളൂ, യഥാർത്ഥ നാമത്തിലല്ല സ്നാനം അവിടെ നടന്നത് എന്ന് ഇത് കാണുന്നവരെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 33-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ തെളിവ് നമുക്ക് കാണാം. 19-ാം അധ്യായത്തിൽ എഫേസ്യ വിശ്വാസികൾ ആദ്യം അവരൊരു സ്നാനമേറ്റതായിരുന്നു കേട്ടോ. അത് ക്രിസ്ത്യൻ സ്നാനമല്ലായിരുന്നു. കർത്താവായ യേശുക്രിസ്തു വന്നു നാമം വെളിപ്പെട്ടതിന് ശേഷം അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതായിട്ട് കർത്താവിന്റെ ദാസൻ അബ്രാംകുട്ടി പാസ്റ്റർ അത് വിശദീകരിച്ചത് നിങ്ങൾ കേട്ടുവല്ലോ. ഞാൻ വിശദീകരിക്കുവാൻ വേണ്ടിയല്ല ഇവിടെ ആയിരിക്കുന്നത്. ഈ സ്നാനം നിങ്ങൾ അറിഞ്ഞിട്ടും അതിനോട് മറുതലിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ വിലപ്പെട്ട ആത്മാവാണ്. റോമാലേഖനം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ റോമ വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനമേറ്റ തെളിവ് അവിടെയുണ്ട്. 1 കൊരിന്ത്യർ 1:12 വായിക്കുമ്പോൾ അവിടെ കൊരിന്ത്യ വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ വ്യക്തമായ തെളിവ് അവിടെയുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ചിലർ അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, ചിലർ പൗലോസിന്റെ പക്ഷക്കാർ, ചിലർ കേഫാവിന്റെ പക്ഷക്കാർ. ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? അല്ല. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചുവോ? പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടവൻ ഒരുവനുണ്ട്, അവന്റെ നാമത്തിൽ ആയിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് കൊരിന്ത്യ വിശ്വാസികളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഗലാത്യർ 3:27 വായിക്കുമ്പോൾ ഗലാത്യ വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ വ്യക്തമായ തെളിവ് നമുക്ക് അവിടെ കാണാം. എഫേസ്യ ലേഖനം 5:20 ഒന്നുകൂടെ എഫേസ്യ വിശ്വാസികൾ സ്നാനമേറ്റ തെളിവ് നമുക്ക് അവിടെ കാണാം. ഫിലിപ്പിയർ 3:17 വായിക്കുമ്പോൾ ആ സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃപ്രകാരം നടക്കുന്നവരെ കുറിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞ് അവരും അപ്പോസ്തലന്മാരുടെ കാഴ്ചയോട് പിൻപറ്റുന്നവരായിരുന്നു ഫിലിപ്പിയ വിശ്വാസികൾ എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഇനി 13-ാമതായിട്ട് കൊലോസ്യർ 2:12 വായിക്കുമ്പോൾ സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടു. 3:17 വായിക്കുമ്പോൾ വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ട് കൊലോസ്യ വിശ്വാസികളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരാണ് എന്ന് വ്യക്തമായി തെളിയുന്നു. ഇനി 14-ാമത് ഞാനൊരു തെളിവ് തരാം. തെസ്സലോനിക്കർ 2:13-14 വാക്യം. അതിന്റെ 14-ാം വാക്യത്തിൽ POC ബൈബിളിൽ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ വ്യക്തമാണ് കേട്ടോ. സഹോദരന്മാരെ, ക്രിസ്തുവേശുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു എന്നാണ് നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ POC ബൈബിളിൽ നിങ്ങൾ
യഹൂദിയിലെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എന്താ പറയുക? നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവസഭകളെ അനുകരിക്കുന്നവരായി തീർന്നുവെന്നാണ് കൊലോസ്യ വിശ്വാസികൾക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ഞാൻ ഈ 14 തെളിവ് കാണിച്ചു. ഈ 14 സ്ഥലങ്ങളിലും ഒരു തൃത്വ സ്നാനം നടന്ന തെളിവ് ഇവിടുത്തെ തൃത്വ സ്നേഹിതർക്ക് എടുത്തു തരുവാൻ അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതരെ, തൃത്വക്കാരെ, നിങ്ങൾ എത്രയും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആലോചന പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മ്യൂട്ടാണ് സംഭവം. താങ്ക് യു പാസ്റ്റർ ജോയ്. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുകയും 14 എടുത്ത് നമ്മൾ വചനത്തെ എടുത്ത് കാണിച്ചിരിക്കുന്നു. എങ്ങനെയായിരുന്നു ആദിമസഭ ഈ ഒരു സ്നാനത്തെ കണ്ടിരുന്നതെന്ന്. ലാസ്റ്റ് ഒരു ചോദ്യമാണ്, എളുപ്പത്തിൽ നമുക്ക് പറയാം. ഒരു താക്കോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ താക്കോല് എന്തിനു വേണ്ടിയാകുന്നു? ഒരു പൂട്ടുണ്ടെങ്കിൽ അതിനെ തുറക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ പൂട്ട് എവിടെയാണ് ഉള്ളത്? അതിനകത്തിരിക്കുന്ന കാര്യം നമുക്ക് ഒരിക്കലും ആ താക്കോൽ ഇല്ലാതെ തുറന്ന് കാണുവാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സ്വർഗരാജ്യത്തിലെ താക്കോല് പത്രോസിന് നൽകുന്നു എന്ന് പറയുന്നു? പത്രോസ് നമുക്കറിയാം ഒരു ശിഷ്യനായിരുന്നു. പക്ഷെ പേടിയുള്ള ഒരു ശിഷ്യനായിരുന്നു. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടിപ്പോകുന്ന ഒരു ശിഷ്യനായിരുന്നു. പക്ഷെ ആ ഒരു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശക്തി പ്രാപിച്ചവനും ആ താക്കോല് എന്താകുന്നു എന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഇതൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മ്യൂട്ടാണ്. സോറി സ്പർശൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വളരെ വിശദമായി ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന യഥാർത്ഥമായ സ്നാനത്തെ സംബന്ധിച്ച് ഏകദേശം 1 മണിക്കൂർ എടുത്ത് നമ്മൾ സംസാരിച്ചു. എങ്കിലും കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അപ്പോസ്തലനായ പത്രോസിന് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകും മുമ്പ് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. അപ്പോ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. പരിശുദ്ധനായ ദൈവത്തെ ചെല്ലുവാൻ കഴിയില്ല. നമുക്കറിയാം, തലമുറകളോടെ ഏദൻ തോട്ടം തുടങ്ങി മനുഷ്യനെ തന്നോട് ചേർത്ത് മനുഷ്യനുമായിട്ട് ഫെലോഷിപ്പ് ചെയ്യാൻ ആഗ്രഹിച്ച ദൈവം താൽക്കാലികമായ പാപക്ഷമയ്ക്ക് പകരബലിയായ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും ബലി ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ ആ ബലി ന്യായപ്രമാണത്തിന്റെ പണ്ഡിതനായ പൗലോസ് പറയുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. എങ്കിലും പകരബലിയായി ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അതിനൊക്കെ വളരെ മുമ്പ് ഉൽപ്പത്തിയിലെ ആ വീഴ്ചയ്ക്ക് ആ നാളിൽ തന്നെ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. അപ്പൊ സ്ത്രീയുടെ സന്തതിയായി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വരുന്ന ഒരുവനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് മനുഷ്യന്റെ വീഴ്ചയുടെ നാളുകൾ മുതൽ ആരംഭിക്കുന്നത്. തുടർന്ന് വന്ന പ്രവാചകന്മാരെല്ലാവരും മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിക്കുന്നവനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവരുടെ പ്രവചന കാലത്ത് പ്രവചിച്ച് കടന്നുപോയി. ഏറ്റവും ഒടുവിൽ യോഹന്നാൻ സ്നാപകൻ വന്ന് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാട് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പത്തി 3:15 സംസാരിച്ചു തുടങ്ങിയ ദൈവത്തിന്റെ മെസ്സിഹ, അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്നതാണ് യേശുക്രിസ്തു. എന്നാൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ യേശുക്രിസ്തു പല കാര്യങ്ങളും അവരോട് സംസാരിച്ചുവെങ്കിലും അന്ന് അവർക്കത് ഗ്രഹിപ്പാൻ കഴിയില്ലായിരുന്നു. കാരണം അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവൻ എന്നോട് കേട്ട് നിങ്ങളോട് സംസാരിക്കും എന്നെല്ലാം, എന്നിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നെല്ലാം അവരോട് പറഞ്ഞു. ഈ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണമെന്ന് കർത്താവ് അവരോട്
അവരെ ഉറപ്പിച്ച് ഏൽപ്പിച്ചതിന് ശേഷമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. അങ്ങനെ പിതാവിന്റെ വാഗ്ദത്തം, ദ പ്രോമിസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവർക്ക് കാത്തിരുന്ന് പ്രാപിക്കാൻ അവരെ ഏൽപ്പിച്ചതിന് ശേഷം കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പിന്നീട് കർത്താവിന്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകളെ സംബന്ധിച്ചുള്ള ശരിയായ വെളിപ്പാട് ലഭിച്ച പത്രോസ് ശേഷം 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ താക്കോലുകളെ അവിടെ പ്രവർത്തിപ്പിക്കുകയാണ്. സ്മിർസംബ്ര സൂചിപ്പിച്ചതുപോലെ ആ മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ആ ട്രഷറി അല്ലെങ്കിൽ ആ നിധി രക്ഷയ്ക്കായുള്ള വീണ്ടെടുപ്പിനായുള്ള ദൈവസന്നിധിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ആവശ്യമായിരിക്കുന്ന താക്കോൽ, അത് മാനസാന്തരം, പാപമോചനം, പരിശുദ്ധാത്മാവ്, ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറഞ്ഞത്. അപ്പോ ആ താക്കോലുകൾ നമുക്കറിയാം, പാപമോചനം പ്രാപിക്കാത്ത യാതൊരുവനും ദൈവവുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഒരിക്കലും സാധ്യമല്ല. കാരണം പരിശുദ്ധനായ ദൈവത്തിന് അശുദ്ധനും പാപിയും മ്ലേച്ഛനുമായ മനുഷ്യനുമായിട്ട് ഒരിക്കലും ഒരു ബന്ധത്തിലേക്ക് വരിക സാധ്യമല്ല. അപ്പോൾ അശുദ്ധനായ മനുഷ്യനെ വിശുദ്ധനാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നു. ആ വിശുദ്ധിയുടെ മാർഗം തന്റെ തന്നെ യാഗത്തിലൂടെ കർത്താവ് കാൽവരിയിൽ നിവർത്തിച്ചു. അങ്ങനെ എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം സ്വയം വരുത്തി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായ പാപം ആയി താൻ തീർന്നു എന്ന് 2 കൊരിന്ത്യർ ചാപ്റ്റർ 5:21 പറയുകയാണ്. പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി എന്ന് പറയാം. അങ്ങനെ പാപത്തിന്റെ ശിക്ഷ ദൈവം താൻ എടുത്ത ശരീരത്തിൽ വഹിച്ച് ആ മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാവാൻ അധികാരം ലഭിച്ചു. അങ്ങനെ നാം പുത്രത്വം പ്രാപിക്കുമ്പോൾ ആ പുത്രത്വത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവത്തോടുള്ള ഐക്യം അല്ലെങ്കിൽ വിശുദ്ധി അല്ലെങ്കിൽ ആ കൂട്ടായ്മ, ആ ഫെലോഷിപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ള പാപങ്ങളുടെ മോചനമാണ്. അപ്പൊ പാപങ്ങളുടെ മോചനത്തിന് മറ്റൊരു വഴിയും ഒരു കുറുക്ക് വഴിയുമില്ല. അതിന് ഏതെങ്കിലും വിധത്തിൽ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടോ തളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് അവർ തുറന്ന് സ്വർഗരാജ്യം തുറന്ന് ആദ്യത്തെ ഒരു 3000 പേർക്ക് തുറന്നു കൊടുത്ത് തുടങ്ങിയ ആ കാര്യത്തെ മാറ്റിവെച്ചിട്ട് അതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് അതിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആരെയും യോഗ്യരാക്കുന്നില്ല. ഈ വസ്തുതകൾ തിരുവെഴുത്തിൽ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കെ മതത്തിന്റെ ഉപദേശമായ അല്ലെങ്കിൽ സംഘടനയുടെ ഉപദേശമായ സ്നാനം സ്വീകരിച്ചുകൊണ്ട് പാപമോചനം ലഭിച്ചിരിക്കുന്നു തങ്ങൾക്കെന്ന് വിശ്വസിച്ച് മൂഢസ്വർഗത്തിൽ ഇരിക്കുന്ന 10,000 ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവരെല്ലാവരും നമ്മുടെ നേരെ വിരൽ ചൂണ്ടി നമ്മളാണ് തെറ്റുകാർ, അവരാണ് ശരി എന്ന് പറയുന്നു. ശരി തെറ്റുകളെ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരുവൻ ന്യായവിധി നാളിൽ ആ ന്യായം വിധിക്കുമ്പോൾ അന്ന് ഇക്കൂട്ടരെല്ലാം ലജ്ജിതരായി തീരും. എന്നാൽ അവർ അങ്ങനെ ലജ്ജിതരാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നമ്മളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഈ സത്യത്തെ തുറന്നു പറയുവാൻ ഒരവസരം കൂടി ദൈവം നമുക്ക് നൽകി. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ലഭിച്ച അപ്പോസ്തലനായ പത്രോസും ശേഷം അപ്പോസ്തലന്മാരും അവരുടെ ശിഷ്യന്മാരും അതേ താക്കോൽ ഇന്നും ഉപയോഗിക്കുന്നു. ആ താക്കോൽ ഇന്ന് ഉപയോഗിക്കാൻ നൽകപ്പെട്ടിട്ടുള്ള യഥാർത്ഥ അഭിഷിക്തന്മാർ അതിന്റെ തുടർച്ചയായി ആ ഒരു ബാറ്റൺ സ്വീകരിച്ച ഒരു റിലേ റേസ് ഓടുന്നത് പോലെ ആ റിലേ റേസിന്റെ അവസാനത്തെ ലാപ്പിൽ നാം ആ ബാറ്റൺ വഹിച്ചുകൊണ്ട് ഓടുകയാണ്. മറ്റൊരു വഴിയുമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ഒരു നാമത്തിലാണ്, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. ആ വെളിപ്പാട് ലഭിച്ച അപ്പോസ്തലന്മാർ ചെയ്ത സ്നാനത്തിലൂടെ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ, മാനസാന്തരമുള്ളൂ, പാപമോചനമുള്ളൂ, വിശുദ്ധിയുള്ളൂ, ദൈവത്തോട് കൂട്ടായ്മയുള്ളൂ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അപ്പം വളരെ വ്യക്തമാക്കി പറഞ്ഞു, പത്രോസിന് ലഭിച്ച ആ താക്കോൽ സ്വർഗരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാം, പാപമോചനത്തിലൂടെ എങ്ങനെ പ്രവേശിക്കാം എന്നുള്ള ആ താക്കോലാണ്. ആ താക്കോല് ഒന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതുപോലെ തന്നെ പത്രോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, കർത്താവിന്റെ വലുതും ഭയങ്കരമായ ദിവസം യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ എവനും രക്ഷിക്കപ്പെടും. അപ്പോ യഹോവയുടെ പുതിയ നിയമ ഉടമ്പടിയുടെ നാമമാണ് അവിടെ വെളിപ്പെടുന്നതെന്നും
അത് തന്നെ പൗലോസ് പിന്നെയും റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഏറ്റു പറയുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അപ്പം കർത്താവിന്റെ നാമം അറിയണം, പിതാവിന്റെ നാമം എന്താണെന്ന് അറിയണം. അതുകൊണ്ടാണ് കർത്താവ്, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല എന്ന് പറയുന്നു. പുത്രൻ ഏറ്റെടുത്തത് പിതാവിന്റെ രക്ഷയുടെ നാമം തന്നെയാണ്. അങ്ങനെ ആ നാമത്തെ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ അങ്ങനെ പാപമോചനത്തിൽ കൂടെയുള്ള മരണവും വീണ്ടും ജനനത്തിൽ കൂടെ ദൈവമക്കളാകുന്നവർക്ക് ആ സ്വർഗത്തിലെ താക്കോൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അറിയുവാനും അതിൽ വിശ്വസിക്കുവാനും അത് ഏറ്റെടുത്ത് സ്നാനത്തിൽ അത് പറയുവാനും ഉള്ള കൃപ ദൈവം നൽകുമെന്നും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ശരിയായ സ്നാനം അത് പത്രോസിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ പൂർണ്ണ വെളിപ്പാടോട് കൂടെയുള്ള മത്തായി സുവിശേഷം അതിന്റെ 28-19 പൂർത്തീകരണമായ ആ ഒരു വെളിപ്പാടോട് കൂടെ എടുക്കുമ്പോഴാണ് ആ സ്നാനം പൂർണ്ണമായി തീരുന്നതും നിങ്ങൾക്ക് പാപമോചനത്തിലേക്കുള്ള വഴി ഒരുങ്ങുന്നതും നിങ്ങളുടെ യാത്ര തുടങ്ങുന്നതും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് JCNTSD ഉള്ള എല്ലാ അഡ്മിൻ സഹോദരങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദിയെ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലൈവ് ഇവിടെ നിർത്തുന്നു. താങ്ക് യു.